കൊല്ലൂരിൽ വാഴുമമ്പേ കമലനിലയനേ കാമിനീ കാവ്യലോലേ മല്ലാഖി മംഗളാംഗി മഹിത ഗുണനിധേ വല്ലകീ വാദലോലേ. സംഗീതത്തിൻ്റെ സത്തേ സരസിജവദനേ സന്തതം കുമ്പിടുന്നേൻ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 9ാം അധ്യായം നൗഷ്യചരിതമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ദ്രനെ ദർശിക്കാൻ കഴിഞ്ഞ ഇന്ദ്രാണി തൻ്റെ ദുഃഖങ്ങളെ ഇന്ദ്രനോട് പറയുന്നതും ഇന്ദ്രന് അതിന് ഉപായം പറയുന്നതും ആയ ഭാഗം വരെയാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്തു നിർത്തിയത്. തുടർന്നു കൊണ്ട് വ്യാസൻ പറയണു: ഇത്യാഖ്യാതാ ശചീതേന ജഗാമ നഹുഷം പ്രതി തഥേത്യുക്ത്വാദിവിശ്വസ്താ ഭാവികാര്യേ കൃതോദ്യമാ. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട ശചി നഹുഷന്റെ അടുത്തേക്ക് പോയി. അത്യന്തം വിശ്വസ്തയായി ഭാവി കാര്യങ്ങളിൽ ഉത്സാഹിക്കുന്നവളായിട്ടാണ് നഹുഷനെ വാസ്തവത്തിൽ ഇച്ഛിക്കണു എന്ന് നഹുഷന് തോന്നുന്ന വിധത്തിലാണ് അവിടെ ഇന്ദ്രാണി പ്രസന്നയായിട്ട് പോയത് നഹുഷന്റെ മുമ്പിൽ. അങ്ങനെ പ്രസന്നയായിട്ട് വരുന്നതായിട്ടുള്ള ശചിയെ കണ്ട് നഹുഷൻ വളരെ സന്തോഷിച്ചു. നിനക്ക് സ്വാഗതം ഹേ കാമിനി, ഞാൻ നിനക്ക് അധീനനാണ്, സത്യമായും ഞാൻ നിന്റെ ദാസനാണ്. നീ വാക്കുപാലിച്ചു. നീ എൻ്റെ അരികിൽ വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഇനി നീ ലജ്ജിക്കേണ്ട കാര്യമില്ല. നിന്റെ ഭക്തനായി എന്നെ ആശ്രയിച്ചോളൂ. നിനക്ക് പ്രിയമായിട്ടുള്ളത് എന്താണ് എന്ന് പറയൂ, അത് ഞാൻ സാധിച്ചു തരാം എന്നൊക്കെ മോഹവാക്കുകൾ പറഞ്ഞു. ശചീദേവിയെ കണ്ട ഉടനെ തന്നെ ആ സൗന്ദര്യത്തിൽ മയങ്ങി നഹുഷൻ എന്നുള്ളതിനെ അവിടെ കാണിച്ചു തരുന്നു. വാക്ക് കേട്ട ശചീദേവി പറയുകയാണ് നഹുഷനോട്: അങ്ങയുടെ മനസ്സ് ഞാൻ നന്നായിട്ട് അറിയുന്നുണ്ട്. എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് ചെയ്തിട്ടുണ്ട്. എങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്. അതങ്ങ് സാധിച്ചു തരണം. അതിനുശേഷം ഞാൻ അങ്ങക്ക് വിധേയായിക്കൊള്ളാം. എൻ്റെ മനസ്സിന് ഉത്സാഹമുണ്ടാവാനായിക്കൊണ്ട് അങ്ങ് അത് എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു. ഉടനെ നഹുഷൻ പറഞ്ഞു: പറയൂ, എന്താണ് വേണ്ടത്? ഞാൻ അതിനെ നിറവേറ്റിത്തരാം. അലഭ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും സുന്ദരി, നിനക്ക് വേണ്ടി ഞാൻ അത് നൽകും. എന്താച്ചാ പറഞ്ഞോളൂ എന്നോട് എന്ന് പറയുകയാണ് കാമാസക്തനായിട്ടുള്ള നഹുഷൻ. അപ്പോഴാണ് ശചീദേവി പറയണത്: കഥം ബ്രവീമി രാജേന്ദ്ര പ്രത്യയോ നാസ്തി മേ തവ ശബദം ഗുരു രാജേന്ദ്രയത് കരോമി പ്രിയം തവ. രാജാവേ, ഞാൻ എങ്ങനെയാ പറയുക? എനിക്ക് അങ്ങയിൽ വിശ്വാസമില്ല. ഞാൻ അങ്ങക്ക് പ്രിയം ചെയ്യുന്നതിന് വേണ്ടി അങ്ങ് ശപഥം ചെയ്യണം. ലോകത്തെ സത്യം പറയുന്ന രാജാക്കന്മാർ വളരെ ദുർലഭമാണല്ലോ. അങ്ങ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ബോധ്യം വന്നതിന് ശേഷം ഞാൻ കാര്യം പറയാം. ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അങ്ങക്ക് വശംവതിയായിട്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ പറഞ്ഞത് സത്യമാണ്. അങ്ങും അതേമാതിരി സത്യം ചെയ്യണം എന്ന് പറയുകയാണ്. നിന്റെ വാക്ക് തീർച്ചയായും ഞാൻ അനുസരിക്കാൻ ഞാൻ ചെയ്ത ദാനങ്ങളെ, യജ്ഞങ്ങളെ തുടങ്ങിയവയുടെ സുഹൃതം കൊണ്ട് ശപഥം ചെയ്തിരിക്കുന്നു. നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റിത്തരാം എന്ന് ഇന്ദ്രാണിയുടെ വാക്കുകളിൽ വീണ നഹുഷൻ അവിടെ വെച്ച് ശപഥം ചെയ്യാണ്. ശപഥം ചെയ്തത് കേട്ടപ്പോഴാണ് ശചീദേവി പറയണത്: ഇന്ദ്രസ്യ ഹരയോവാഹ ഗജൈവരഥസ്തഥാ ഗരുഡോ വാസുദേവസ്യ യമസ്യ മഹിഷസ്തഥാ വൃഷഭഃ ശങ്കരസ്യാഭി ബ്രഹ്മണോ വരടാപതി. ഇന്ദ്രന് വാഹനമായിട്ട്
കുതിരകളും ഐരാവതവും രഥവുമൊക്കെയുണ്ട്. വാസുദേവന് ഗരുഡനും, യമന് മഹിഷവും, ശങ്കരന് വൃഷവും, ബ്രഹ്മാവിന് ഹംസവും, കാർത്തികേയന് മയിലും, ഗണപതിക്ക് മൂഷികനും ഒക്കെ വാഹനമായിട്ടുണ്ടല്ലോ. അങ്ങക്ക് അതുപോലെ അപൂർവമായിട്ടുള്ള ഒരു വാഹനം വേണം. അതാണ് എൻ്റെ ആഗ്രഹം. മഹാരാജ ദേവേന്ദ്രനായിരിക്കുന്നതായിട്ടുള്ള ഹേ നഹുഷ, വിഷ്ണുവിനും രുദ്രനും അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഇല്ലാത്തവണ്ണം വ്രതനിഷ്ഠരായിട്ടുള്ള മഹർഷിമാരാവട്ടെ അങ്ങയുടെ വാഹനം ഏറ്റുന്നവര്, അവരെല്ലാവരും കൂടി അങ്ങയെ മഞ്ചലിൽ ഏറ്റിക്കൊണ്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സകല ദേവന്മാരെക്കാൾ മീതെയാണ് അങ്ങയുടെ സ്ഥാനം എന്നും എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ തേജസ് പുഷ്ടിപ്പെടണം എന്നാണ് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് എന്നവിടെ പറഞ്ഞു. ഇന്ദ്രൻ ഉപദേശിച്ചതനുസരിച്ച് നൗഷനെ തൻ്റെ വരുതിയിൽ വരുത്തി ആദ്യം അവനെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് പിന്നീടാണ് അതിനെ സമർത്ഥമായിട്ട് അവിടെ ഇന്ദ്രാണി പറയുന്നത്. വെറുതെയല്ല പറഞ്ഞത്, വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല. മഹർഷിമാരെ അങ്ങേ പല്ലക്കിൽ തെക്കിക്കൊണ്ടുവരണം, അവരെടുക്കുന്ന വാഹനത്തിൽ അങ്ങ് വരണം എന്ന്. പല ആൾക്കാർക്കും പല വാഹനങ്ങളുണ്ട് എന്നുള്ളതിനെ പറഞ്ഞ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർക്കെല്ലാം മുകളിലിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രസ്ഥാനത്തിരിക്കുന്ന അങ്ങയെ ഋഷികളെ, എല്ലാവരും ഋഷികളെ വന്ദിക്കുക, നമസ്കരിക്കുക, സ്തുതിക്കുക ഒക്കെയാണ് ചെയ്യുക. അങ്ങനെ ഉള്ള ആ ഋഷികൾ തന്നെ അങ്ങയെ ചുമന്നുകൊണ്ടുവരണം. അപ്പോഴാണ് അങ്ങയുടെ യശസ് കൂടുക, അങ്ങയുടെ പ്രഭാവം കൂടുക. 4 പേര് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഋഷികൾ പോലും എടുത്തുകൊണ്ട് പല്ലക്കിൽ എടുത്തുകൊണ്ട് നടന്നവനാണ് നൗഷൻ എന്ന് ആ പ്രതാപം കിട്ടുക. അങ്ങനെ അങ്ങ് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അങ്ങയെ പ്രാപിച്ചുകൊള്ളാം. അങ്ങനെ ഒന്ന് വന്നു കാണണം എന്നൊക്കെയാണ് എനിക്ക്. നോക്കൂ, ഇവിടെ അങ്ങനെ എനിക്കൊരാഗ്രഹം അങ്ങനെ വന്നു കാണണം എന്നാണ്. മറ്റുള്ളവർക്കൊന്നും കിട്ടാത്തതായിട്ടുള്ള ആ ഒരു ഇത് അങ്ങയ്ക്കുണ്ടാവണം, ആ യശസ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കണു എന്നൊക്കെ നൗഷനെ വാക്കുകളെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തസ്യാത്തദ്വചനം ശ്രുത്വാ പ്രഹസ്യ ജ്ഞാനദുർബല മോഹിതസ്തു മഹാദേവ്യോ കൃതം മോഹേന തത്ക്ഷണം. നോക്കൂ, അവളുടെ വാക്ക് കേട്ടിട്ട് പ്രഹസ്യജ്ഞാന ദുർബല, ആ ബുദ്ധികെട്ടവൻ ചിരിച്ചു എന്നാണ് പറയണത്. അല്ലെ, ബുദ്ധികെട്ടത് കൊണ്ടല്ലേ അതിലെ ചിരിക്കാൻ തോന്നിയത്. കാരണം തന്റെ നാശത്തിനാണ് ഇത്. അപ്രകാരം ചെയ്താൽ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന, എല്ലാവരും വരം നേടാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരാലും പൂജിക്കപ്പെടുന്ന മഹാജ്ഞാനികളും മഹാത്മാക്കളുമായിട്ടുള്ള ആ ഋഷിമാരെ പാദപൂജ ചെയ്ത് വന്ദിക്കുകയാണ് വേണ്ടത്. അതാണ് സൗഖ്യവും സുഖവും നൽകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയല്ല നൗഷനുണ്ടായത്. അവരെ കൊണ്ട് ആ രഥമെടുപ്പിച്ച് ആ പല്ലക്കിൽ ഇരുന്ന് വരുമ്പോൾ തന്റെ ശ്രേയസ് അവരെക്കാൾ മുകളിലാവും ത്രിലോകങ്ങളിലും എന്നുള്ള ദുർബുദ്ധിയുണ്ടായി. അതാണ് ബുദ്ധിഭ്രഷ്ടായി. ബുദ്ധിഭ്രഷ്ടവനല്ലേ, ഭ്രഷ്ടമായവനല്ലേ ബുദ്ധികെട്ടവൻ എന്ന് പറയുക. അങ്ങനെ ബുദ്ധികെട്ടവനായി. എന്നിട്ട് അപ്പോൾ തന്നെ ആ ദേവിയുടെ മോഹത്തിന് വിധേയനായി തീർന്നു എന്ന് പറയാണ്. അപ്പൊ തന്നെ ഇതാ ആ ഇന്ദ്രപത്നിയോട് നൗഷൻ പറയാണ് അവളുടെ വാക്കുകളെ കേട്ട്. എന്താ നൗഷൻ പറയുന്നത് നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്ന് സമയമായിരിക്കെ ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും